മലയാളി വാർത്തയുടെ ലൈവിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അടിമാലിയിലാണ്. അടിമാലി എന്ന് കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് 200 ഏക്കർ എന്നും കൂടി കേൾക്കുമ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ഓർമ്മ വരുന്നത് പിണറായിയെ ചൂണ്ട് വിരലിൽ നിർത്തിയ മറിയക്കുട്ടി അമ്മയാണ്. 87-കാരിയായ മറിയക്കുട്ടി അമ്മയാണ്. മറിയക്കുട്ടി അമ്മ ഇപ്പൊ ഹോസ്പിറ്റലിലാണ്, അസുഖബാധയായ ഹോസ്പിറ്റലിലാണ്. പക്ഷെ എങ്കിലും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മലയാളി വാർത്ത ഈ ഹോസ്പിറ്റലിലേക്ക് എത്തിയത്. സുരേഷ് ഗോപി ജയിച്ചതിന് ശേഷം എന്താണ് പറയാനുള്ളത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. എന്തായാലും ഇപ്പൊ എങ്ങനെയുണ്ട്, അസുഖം എങ്ങനെയുണ്ട്? കുറവായി, ജലദോഷമുള്ളൂ, കുറച്ച് ജലദോഷം. നാളെ പോകാം. വീട് പണിയൊക്കെ എങ്ങനെ നടക്കുന്നത്? വീട് പണി നടന്നുകൊണ്ടിരിക്കണ തേപ്പ് 1 മാസം കൊണ്ട് തീരുമെന്നാ പറയണേ. അവര് പൈസയൊക്കെ തരുന്നുണ്ടോ കറക്റ്റ് ആയിട്ട്? പൈസ നമുക്കല്ല, അവർ കൊടുത്തേക്കണ പണിയല്ലേ. കൊടുത്തേക്കുന്ന പണിയാണ്. എനിക്ക് ഉത്തരവാദിത്തമില്ല. ഇല്ല. ഇത് കോൺഗ്രസ്സുകാരല്ലേ സഹായിക്കുന്നത്? കോൺഗ്രസ്സുകാർ. അതെ. ഈ പെൻഷന്റെ പേരിലാണ് മറിയക്കുട്ടി അമ്മ കേരളക്കരെ ആകെ ഒന്നടങ്കം അറിയപ്പെട്ടത്. പെൻഷൻ തന്നെയല്ല, ഞാൻ കരിയില്ല, മരുന്നില്ല, ആഹാരത്തിൽ തന്നെയുള്ള സാധനത്തിന് വിലയാ, വണ്ടി ചാർജ്, വണ്ടിക്കൂലി കൂട്ടി, മണ്ണെണ്ണ എന്ന് വേണ്ട ഒന്നുമില്ല. പിന്നെ ഇങ്ങനെ ഒരു ഗവൺമെന്റ് ആശുപത്രി പോകണമെങ്കിൽ ഡോക്ടർക്ക് കാണുന്നതിന് 200 രൂപ കൊടുക്കണം. 100 കൊടുത്താൽ അത് പഴയ കാലത്തെ, ഇപ്പൊ 200. വീട്ടിൽ പോയി കാണുന്നതിനാണോ? കോർട്ടേഴ്സിൽ പോയി കാണാൻ രൂപ 200 കൊടുക്കണം. പിന്നെ വയസ്സായ ആൾക്കാർക്ക് ധാരാളം ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 600 രൂപ എന്ന് പറയുന്നുണ്ട്, എങ്കിലും 30 ഇല്ലായിരിക്കട്ടാ ഒരേ വീട്ടിലേക്ക്. അതിന്റെ കൂടെ 600 രൂപയാണെങ്കിൽ അന്ന് 100 രൂപ കൊണ്ട് പോയാൽ ഒരു ചക്ക് സാധനം കൊണ്ടുവരാം. ബാക്കി 500 രൂപ നീക്കിയിരിപ്പ. അതുകൊണ്ട് ആ മാസം മുഴുവൻ പുള്ള. ഇപ്പൊ അവര് 1600 കൊണ്ട് പോയി. പിന്നെ ഒരു കാളേനെ വിറ്റ കാശ് കൊണ്ട് കിട്ടാൻ സഞ്ചി കൊണ്ടുവരാൻ കിട്ടണില്ല. പിന്നെ അവരാ പറയുന്നതിൽ അർത്ഥം തന്നെയായിരിക്കണം. ഇപ്പൊ അവര് പറയണം, ഇപ്പൊ ഒരു മാസം രൂപ 6 മാസം ഉള്ളപ്പോ ഒരു പെൻഷൻ തന്നു. ഈ മാസം കഴിഞ്ഞ മാസം 3-ാം തീയതി ആയിരുന്നു ഈ മാസം. അപ്പൊ ഈ 6-ാം മാസമായില്ല. പിന്നെ അപ്പൊ ഇവര് 1 മാസം തന്നെ, പിന്നെ 6-ാം മാസം, 6 മാസത്തെ പെൻഷനല്ലേ. അപ്പൊ ഞാൻ ചോദിക്കണേ, ഈ ആകാശത്തിക്കടെ ആ വിമാനം പറപ്പിച്ചല്ലേ, ആ ഒറ്റ മാസം 10 ലക്ഷം രൂപയായില്ലേ? എന്റെ കുന്തായിക്കോട്ടെ, പറഞ്ഞോ? പരുന്തിന്റെ പുറത്തല്ല പോയത്. വിമാനം ആയിക്കോട്ടെ, ഹെലികോപ്റ്റർ ആയി, എന്തിന്റെ പോയില്ലേ? ആ കാശ് ഇവിടത്തെ ജനങ്ങളുടെ ഈ ഖജനാവിലെ കാശല്ലേ എടുത്തോളൂ പോയ, വീട്ടിലെ കാശല്ല. അല്ല ഇയാടെ പെമ്പർന്നോത്തിയുടെ സ്ത്രീധനാണോ? ജനങ്ങളുടെ കാശാണ്. ഈ ജനങ്ങളെ ഇങ്ങനെ പട്ടിണിയാക്കണേ എന്റെ ഉദ്ദേശം. ജനങ്ങളെ പോയിട്ട് എന്തോ ഒരു കുഞ്ഞുങ്ങളെ ഉമ്മ കൊടുത്ത് ജനങ്ങളുടെ ചേച്ചിമാരുടെ ഉമ്മ മേടിച്ചു കയറിയതല്ലേ. അല്ല അവര് പഠിച്ചു കയറിയതൊന്നും അല്ല, ഉദ്യോഗം കിട്ടി കയറിയതല്ല, കൊണ്ടായും പഠിച്ചു കയറിയതല്ല. ഈ ജനങ്ങളുടെ ഉമ്മ മേടിച്ച് കയറുന്ന ഒരു ജനങ്ങൾക്ക് ഒരു ഇടയ്ക്ക് ഉമ്മ കൊടുക്കണം. വേണ്ടേ? ഉമ്മ എന്ന് പറഞ്ഞാൽ കഞ്ഞൂടിയാ, ജനങ്ങളുടെ കാര്യങ്ങൾ നടക്കും. അതുപോലെ ഇനി എന്താന്ന് ചോദിച്ചു, ഇത് തെറ്റാന്ന് പറയുന്ന പിള്ളേരെ, ഈ യൂത്ത് കോൺഗ്രസ് പിള്ളേര്, ആ മേയർ അവളവിടെ ബാങ്ക് കൊള്ളയടിച്ചു. ഇല്ല, കൊള്ളയടിച്ചില്ലേ? ആ കൊള്ളയടിച്ച സമയത്ത് യൂത്ത് കോൺഗ്രസ് പിള്ളേര് സമരം ചെയ്തു. ഈ പട്ടിയിലിട്ട് വരുമണം തന്നെ പോലീസിനെ വിട്ട്. അതിന്റെ കൂടെ കൊണ്ടായിയുടെ കണ്ണൂരുള്ള കുറെ ഗുണ്ടകള്, SFIക്കാര് പോലീസിന്റെ യൂണിഫോം ധരിച്ച് അവർക്ക് വടിയും കുറുവടിയും എല്ലാം കൊടുത്ത് അവർ കണ്ടമാനം ഈ പിള്ളേരെ ഉപദ്രവിച്ചു. അപ്പൊ മേജർ എന്ന് പറഞ്ഞ അവളുണ്ടല്ലോ, അവള് മേജറാക്കിയത് ജനങ്ങളാ. പിന്നെ അവളെന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഈ മേജർ എന്ന് പറഞ്ഞ അവള് ഒരു കോഴിക്കോട്ടത് നിന്ന്, ആ കോഴിക്കോട്ടത് നിന്ന് എന്ത് വൃത്തികേട് കാട്ടിക്കൊണ്ടാണ് ആ കോഴിക്കോട്ടത് നിന്ന് ഈ പിള്ളേരുടെ കാരെ, യൂത്ത് കോൺഗ്രസ് പിള്ളേരുടെ കാരെ ഇങ്ങനെയൊക്കെ കാട്ടി, ഇങ്ങനെ കാട്ടി. ആ കാട്ടിയത് ഈ പിണ്ടായി നല്ലതാണ്. ഇത്ര വൃത്തിയായിട്ടവളെ ഈ കുഞ്ഞുങ്ങൾക്ക് ഉമ്മ കൊടുത്ത് തെറ്റിയില്ലേ? ഇങ്ങനെ ചൊന്നത് പിണ്ടായ. ഈ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഇവര് മിറ്റിൽ വാരിയിട്ട് എറിഞ്ഞിട്ടുണ്ട്, ചാണാൻ എറിഞ്ഞിട്ടുണ്ട്, ബൾബ് എറിഞ്ഞിട്ടുണ്ട്. ഈ ഉമ്മൻചാണ്ടിയുടെ ദേഹത്തോടെ ചോര വഴി. ഉമ്മൻചാണ്ടി എന്നാ പറഞ്ഞേ? ഒന്നും ചെയ്യണ്ടെന്നാ. അപ്പൊ ഈ പിണ്ടായിയുടെ പെമ്പർന്നോത്തോടെ സ്ത്രീധനല്ലല്ലോ ഞങ്ങൾ ചോദിക്കണേ. ഈ ഖജനാവിലെ കാശേ ജനങ്ങളുടെ കാശാ. ആ ഖജനാവിലെ കാശെടുത്തിന് ഇങ്ങനെ വിനോദയാത്ര നടത്തുന്നു. കൂട്ടത്തോടെ 7-ാം കടലിൽ കടന്നുപോയി. എത്ര ദിവസം കറങ്ങിയച്ചാ മതി, എത്ര കോടികളാ മുടക്കിയ ഖജനാവിലെ കാശാ. ഈ ജനങ്ങൾ ചോദിക്കും, ജനങ്ങൾ പട്ടിണിയോടെ. ഇപ്പൊ ജനക്ക് എന്തുണ്ടെന്ന് പറഞ്ഞു, ഇപ്പൊ കൂട്ടത്തോടെ സുഖമില്ല. ഗവൺമെന്റ് ആശുപത്രിയാണ് പട്ടിക്കൂട് പോലെ ആക്കിയിട്ടേക്കുക. അവിടെ ഡോക്ടറും ഇല്ല. ഈ സുരേഷ് ഗോപി ജയിച്ചതൊക്കെ അറിഞ്ഞായിരുന്നോ? അറിഞ്ഞു. ജയിക്കാൻ അറിയാതിരിക്കാൻ പറ്റിയത്, ഞാൻ പോയതല്ലേ. അതെന്ന് പറഞ്ഞാൽ പണ്ട് തുടങ്ങി ഒരു ദൈവത്തെ പോലെയുള്ള ഒരു മിഷൻ സുരേഷ് ഗോപി. പാർട്ടിയില്ല, ആ പാർട്ടി അല്ല, അവർ ദൈവത്തിന്റെ തുല്യമുള്ള ഒരു മിഷനാണ് സുരേഷ് ഗോപി.
പണ്ട് ആലപ്പുഴ ആ ഭാഗത്തൊക്കെ പണ്ട് വെള്ളപ്പൊക്കൊക്കെ വീട് കവർന്നു. ഒരമ്മച്ചി കരഞ്ഞപ്പ കയ്യെ പിടിച്ചും ഇപ്പൊ തൃശ്ശൂരിഞ്ഞ് എടുത്തെന്ന് പറഞ്ഞ പോലെ എന്നെ അമ്മച്ചിനെ എടുത്തെന്ന്. സുന്ദരമായ വീടും പണിത് താക്കോലും കൊടുത്ത വീട്ടിൽ കൊണ്ട് കയറ്റി. ഒരാളെ അല്ല, ഇഷ്ടംപോലെ കരച്ചിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയം നോക്കുക, ജാതി നോട്ടം മതം നോട്ടം ഒന്നും അന്നർക്കില്ല, എല്ലാം ഒരേ പോലെയാണ്. അപ്പൊ ഞാൻ അവിടെ പോയത് പറഞ്ഞ് ഈ സുരേഷ് ഗോപി സാറിനെ ജയിപ്പിച്ച 5 വർഷം നിങ്ങളിവിടെ ഇരുത്ത് നല്ലവനാണ് ചീത്തവനാണ്, അവർക്ക് സുന്ദരമായിട്ട് സാറിന്റെ കഴിവ് അതിന്റെ അപ്പുറം ചെയ്തിരിക്കും. രാഷ്ട്രീയം നോക്കിയതാ. ആ കോൺഗ്രസ് ഒന്നോ BJP ഒന്നുമില്ല. നിനക്ക് അനുഭവം ഉള്ളതുകൊണ്ട് പറഞ്ഞതാ, അനുഭവമാണ് പറയാൻ. സുരേഷ് ഗോപി കാണണമെന്നുണ്ടോ ജയിച്ചതിന്? ഭയങ്കര കൊതിയല്ലേ. അത് ശരി. എന്റെ പുൽപ്പായ വന്നിരുന്നു, നിങ്ങൾ കണ്ടില്ല അവിടെ? എന്റെ പുൽപ്പായ വന്ന് എന്നോട് കൂടി ഇരുന്ന മേശന. ഇവിടുത്തെ വലിയ ഭയങ്കരന്മാരുണ്ട്, വന്നിട്ടില്ല. ഈ പിച്ചകളുടെ കൂടെ, ഈ തെണ്ടിയുടെ പിച്ചകളുടെ കൂടെ കൊണ്ട് സുരേഷ് ഗോപി സാറാ. നന്ദിയില്ലേ? ദൈവം പറഞ്ഞു നോക്കണേ പോലെ അന്യ സാറ് ചെയ്യണം. ദൈവം ലോകത്തിൽ വന്നത് പാവികളെ രക്ഷിക്കാനാ വന്നേ, വലിയവനെ രക്ഷിക്കാനല്ല. അതെയാ ബൈബിളിൽ അങ്ങനെയാ. ദൈവോത്രം വന്നത് പാവികളെ തിരിച്ച സന്തോഷം കൊടുക്കാൻ വന്ന ആളാ, രക്ഷിക്കാൻ. അങ്ങനത്തെ ദൈവപുത്രനാണ്. അങ്ങനത്തെ ദൈവപുത്രനാ. അവിടെ ജാതിയും അതൊന്നും ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ പോയത് അതെ, ഞാൻ രാഷ്ട്രീയം നോക്കിയല്ല. അവിടെ വന്നപ്പോ ഒത്തിരി കോൺഗ്രസ്സുകാർ എല്ലാവരും എന്നോട് പറഞ്ഞു BJP പോയിരുന്നു. ഞാൻ BJP പോകും, കമ്മ്യൂണിസ്റ്റ് പോകും, ഇല്ലാത്ത പിണറായി ഒഴിച്ചു പോകുന്നു. അന്നേ ഞാൻ പറഞ്ഞതാ. നല്ലവരാര്? നല്ലവരെന്ന് പറയുന്നത് നല്ല പ്രവൃത്തി. ആ രാഷ്ട്രീയം ഇല്ല. ഇപ്പൊ എന്റെ മോനായാലും നമ്മളെല്ലാവരും ശരിയല്ലേ? ഇവിടെ രാഷ്ട്രീയം ഇല്ല. അപ്പൊ നമ്മളെല്ലാവരും ഒരു സുഖമില്ല, ഒരു മേശനൊക്കെ നമ്മള് പറ്റും ചെയ്യണം. രാഷ്ട്രീയം നോക്കിയാണോ? അത് തന്നെയാണ് ഞാനും പറയണത്. ഞങ്ങൾക്ക് ഭയങ്കര ഉത്തരവുണ്ട്. ഈ അടിമാലി 200 അത്ര എല്ലാം ഉണ്ട്. CPM-കാരെ കൊണ്ട് ഉപദ്രവം, ഭീഷണി. ഈ കഴിഞ്ഞ ഇത് കൊട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ വോട്ടിന്റെ അന്ന്, കലാശക്കൊട്ട്. ഞാൻ തലാർക്കായിരുന്നു, ഇതിന്റെ ആരംഭമായിരുന്നു. കുര്യൻസി പോയി. അപ്പൊ ഈ അങ്ങോട്ട് കടന്നു വന്നു കൊടുത്തു അത്ര ജന. അപ്പൊ വേറെ ഒരു പയ്യനെ എന്നെ വണ്ടി കയ്യെ പിടിച്ച് ഇപ്പറ കടത്തി വിട്ടു. അപ്പൊ കടത്തി വിട്ട് ജനമല്ല അവിടെയല്ലേ. ഞാൻ തിരിച്ചു പോകുന്നപ്പോ 2 CPM-കാർ തന്നെ തടുത്തു. ചെറിയും പറഞ്ഞോണ്ടാ അവിടുത്തെ. കടത്തി കഴിഞ്ഞ് എന്നാ നിനക്ക് വേണ്ട, നീ BJP-യുടെയും കോൺഗ്രസിന്റെയും കൊടി പിടിക്കാൻ പോയില്ല. കിട്ടിയ നീന്നാ വിളിച്ചേ. നീന്ന് വിളിച്ചു. അപ്പൊ ശരി, നീ പറയത് ഞാൻ പറഞ്ഞാ, നീ പറ ഏത് കൊടിയാ പിടിക്കണ്ടേ? നീ പറയണ കൊടി പിടിക്കണ്ടാണേ പിടിക്കാം, അല്ല ഞാൻ പിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. ഇത്തിരി നേരം കഴിഞ്ഞ് മാറിപ്പോയി. ഞാൻ സന്ധ്യയായി. പിറ്റേ ദിവസം കൊണ്ട് പരാതി കൊടുത്തു, സ്റ്റേഷനിൽ കൊടുത്തു. സ്റ്റേഷനിൽ നിന്ന് മൊഴിയെടുക്കാൻ വന്നു. മൊഴിയെടുത്തു, കോടതിക്ക് കൊടുത്തു. ദേവകുളം മജിസ്ട്രേറ്റ് വിളിച്ചു, എന്റെ മൊഴിയെടുത്തു. മൊഴിയെടുത്തു കഴിഞ്ഞപ്പോൾ അവള് പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പൊ സാറേ എനിക്ക് പറയാൻ പറ്റാത്തതുണ്ടെന്ന് വാക്കണത് എന്നാന്ന് ചോദിച്ചു. തെറിയാന്ന്. അതുപോലെ പറഞ്ഞോളാൻ പറഞ്ഞു. ഞാനതുപോലെ പറഞ്ഞു. മജിസ്ട്രേറ്റ് ചോദിച്ചു, ഞാനതുപോലെ പറഞ്ഞു. മൊഴിയെടുത്തു. പിന്നെ വീട്ടിൽ വന്ന് പോലീസ് പിന്നെയും മൊഴിയെടുത്തു. അവര് ശരിയായ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കോടതിയിലത്തെ കേസുണ്ടല്ലേ, അതുകൊണ്ട് അത് അതിന്റെ കൂടെ പൊക്കോളും. കേസിനൊന്നും ഭയമില്ല. ഞാൻ എന്നെ ചെയ്തേക്കണേ കണ്ടത് പറയും, അത്ര തന്നെ. ഇപ്പൊ ഞാൻ എന്ത് ചെയ്തെങ്കിലേ ഞാൻ എല്ലാവരും കൊന്നിട്ടുണ്ടോ കട്ടിട്ടുണ്ടോ? എനിക്കറിയാ പേടിക്കേണ്ടത്. ഈ ഇടതുപക്ഷം ഒരു സീറ്റിലേ ജയിച്ചോളൂ, അതൊക്കെ അറിഞ്ഞായിരുന്നോ? എല്ലാവർക്കും CPM അവരൊന്ന്. അവന്റെ പേരെന്നാ കൃഷ്ണനോ? അല്ല, രാധാകൃഷ്ണൻ. ആ വനവകുപ്പിന്റെ ശബരിമലക്കാരൻ. അവനെയാണോ ഇറക്കി വിടേണ്ടത്. ആ കാലപ്പേരും ഞാൻ കയറിപ്പോയി. പോട്ടെ. ഒരു BJP-കാരൻ ജോർജ് എങ്ങനെയാ വെച്ചാൽ എനിക്ക് പിടികിട്ടില്ല. കുര്യൻ അത് പിടികിട്ടില്ല. വാർത്തയും കണ്ടു. എങ്കിലും അവൻ വോട്ടിലൊന്നും ജയിച്ചും കണ്ടില്ല. സീറ്റ് കിട്ടിയില്ലോ. ഓ, അതെങ്ങനെ ജയിച്ചോ എനിക്ക് പിടിയില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഈ ഇടയ്ക്ക് വിവാദങ്ങളൊക്കെ ആരോ ഉണ്ടാക്കി, ഇല്ലാത്ത പറയാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചാനലിലൂടെയൊക്കെ നാണം കെടുത്തി എന്നൊക്കെ പറഞ്ഞു. ഞങ്ങൾ വിളിച്ചപ്പോ അങ്ങനെ ഒരു സംസാരമൊക്കെ, അതെന്തായിരുന്നു സംഭവം? അതാ ഒരു ആ സമയം എപ്പോഴായി നമ്മളെ വിളിച്ചോണ്ട് പോയാവും വന്ന്. ആരാ വന്ന് വിളിച്ചോണ്ട് പോയത്? ഈ പൊള്ളലുകാരൻ. എന്നാ അവന്റെ പേര് സുനിലോ? പൊള്ളലുകാരൻ. അവരെ ഞാൻ വിളിച്ചില്ലോട്ടെ. ആ പൊള്ളലുകാരൻ നമ്മളെ വിളിച്ചോണ്ട് പോയത്. ആ പടയിട്ട് കൊടുത്തു. അപ്പൊ എന്നോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു. സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് കൊണ്ടുവന്നിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, സുരേഷ് ഗോപിയുടെ കല്യാണം കഴിഞ്ഞാളൊന്ന് അല്ല മകക്കട്ടെയാന്ന് പറഞ്ഞു. പോണമെന്ന് തീരുമാനിച്ചില്ല, പൈസ ഒന്നും ഒത്തിട്ടില്ല. ഞങ്ങള് പറയാം പോണമെന്ന് തീരുമാനിച്ചില്ല. പോണില്ല. അപ്പൊ ഇവന് ഇത്ര ഞാൻ പോണോട്ട് സ്ഥലം അറിഞ്ഞിട്ട് തന്നെ കാര്യം. എനിക്ക് ഇവന്റെ അനുവാദം വേണം.
അവിടെ എനിക്ക് ദേഷ്യം വന്നില്ല, പോണില്ലാന്ന്. അവൻ അതുപോലെ പിടിച്ചെടുത്തു. അതുപോലെ പിന്നെ എന്നൊക്കെയാണോ ഒരുപാട് പറഞ്ഞ എല്ലാം പിടിച്ചെടുത്തു. ഇപ്പം പറയുമ്പോ ഇവര് ക്യാമറ പിടിക്കാതെ ഞാൻ പറയണ എല്ലാം പിടിച്ചേച്ച് പിറ്റേ ദിവസം ഇപ്പോ വാർത്ത വന്നേക്കണം. എന്തായാലും ഞാൻ അറിയണു ഇങ്ങനെയൊക്കെ കൊടുക്കാനായിരുന്നോന്ന്. ഞാൻ കല്യാണത്തിന് പോയി, ഞാൻ പോയി കല്യാണത്തിന് പോയി കഴിഞ്ഞു. പോണില്ലെന്ന് പറഞ്ഞ നിന്റെ അനുവാദം വേണോന്ന് ചോദിച്ചേ. നിന്റെ അനുവാദം വേണോ? നീ എന്റെ ഭർത്താവാണോ? എന്റെ ആങ്ങളെയാണോ? എന്റെ അനുവാദം വേണോ എനിക്ക്? അല്ലെങ്കിൽ എന്റെ പാർട്ടിക്കാരാണോ? ഇതൊന്നും അല്ലല്ലോ. എനിക്കിപ്പോ ഞാൻ ഇപ്പൊ CPM പിണറായി എന്നോട് ചോദിച്ചാ തിരുവനന്തപുരത്ത് പോകണ്ടോന്ന് ചോദിച്ചാൽ എനിക്ക് സൗകര്യം ഉണ്ടാ പറഞ്ഞ പോരെ. അയാൾ അവിടുത്തെ കാര്യം നോക്കിയാൽ മതി. ഞാൻ പോകണം, അവിടെ സ്ഥലം നോക്കണ്ട. വേണോ? അത് തന്നെയാ പറഞ്ഞത്. തെറ്റുണ്ടോ ഞാൻ പറഞ്ഞത്? അങ്ങനെ കൊടുത്താൽ കൊള്ളാവോ? എനിക്ക് തന്ന സഹായിച്ച കാശെല്ലാം തിരിച്ചു കൊടുക്കാൻ പറയാൻ ഇവനാരാ? തിരിച്ചു കൊടുക്കണമെന്ന്. തിരിച്ചു കൊടുക്കണം ഈ പൊള്ളക്കാരൻ. ഞാൻ സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് പോയില്ല, തിരിച്ചു കൊടുക്കണമെന്ന്. സുരേഷ് ഗോപിയുടെ പെണ്ണിന്റെ കല്യാണത്തിന് പോയില്ല, തിരിച്ചു കൊടുക്കണമെന്ന്. പിന്നെ എന്നാ അധികാരം? പിന്നെ എന്നാ അധികാരം? ഇത്ര മെനകെട്ട അതൊക്കെ വിട്ടുവോ കൊടുത്താൽ കൊള്ളാവോ വാർത്തയില്? ഞാൻ ഇന്ന് വരെ ഒരു മെനകേടായ ഒരു വാർത്തയും കൊടുത്തിട്ടില്ല. അതിനൊക്കെ കൊടുക്കാൻ ഞാൻ കൊടുക്കില്ല. നടക്കണ കാര്യം എന്റെ അപ്പനാന്ന് വെച്ചാൽ പറയും തെറ്റ് ചെയ്യണത്. എന്നെ അങ്ങ് തടുക്കാൻ കൊള്ളാം. എനിക്ക് ഏത് പാർട്ടിയിലും ഞാൻ സുരേഷ് ഗോപിയുടെ ഇവിടെ എറണാകുളം തൃശ്ശൂര് പോയില്ല 2 പ്രാവശ്യം. ഇതാണ് സാർ അറിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പൊ ഞാൻ ഈ സുരേഷ് ഗോപിയുടെ പരിപാടിക്ക് പോയത് ഇവിടുത്തെ BJPക്കാർക്കും കോൺഗ്രസിനും ഇഷ്ടപ്പെട്ടില്ല. അവര് ഇന്നുവരെ ഞാൻ കുറ്റം പറഞ്ഞിട്ടുണ്ടോ? ഒരു പാർട്ടി ഇന്നുവരെ ഞാൻ ഈ CPMകാരെ അല്ലാതെ ഞാൻ ഒരു കുറ്റം പറഞ്ഞിട്ടില്ല. ഒരു ചാനലും കൊടുത്തിട്ടില്ല. മുസ്ലിം ലീഗിനെ പറഞ്ഞിട്ടില്ല, കോൺഗ്രസിനെ പറഞ്ഞിട്ടില്ല, BJPക്കാരെ പറഞ്ഞിട്ടില്ല. അവരെ കൊണ്ട് ഞങ്ങൾക്ക് കുഴപ്പമുണ്ടായിട്ടില്ല. ഇവിടെ ഈ 200 ഏക്കർ അടിമാലി വരയില് BJPയിൽ കൊണ്ട് ഇന്ന് വരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എന്തിനാന്ന് പറയണേ, എനിക്ക് സഹായം കിട്ടിയിട്ടുണ്ട്. BJPയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, കോൺഗ്രസിൽ നിന്നും, രണ്ടിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഈ 2 പാർട്ടിയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് കഞ്ഞി തന്നു അപ്പനായാലും അമ്മയായാലും തന്ന് പറയാതിരിക്കാൻ പറ്റുമോ എനിക്ക്? ഒരു നേരം പച്ചവെള്ളം കുടിച്ചാലും നമ്മളെ ഉദ്ധരിക്കാത്ത കാര്യം പറയരുത്. പിന്നെ ഇവിടെ BJPക്കാരെ കൊന്നിട്ടുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ. അവര് 2 ആളെ കൊന്നിട്ടുണ്ട്, BJP ഒരെണ്ണം കൊന്നിട്ടുണ്ട്. അത് ആവശ്യത്തിൽ പെട്ടതാ, അത് ആവശ്യമുള്ള കാര്യമാണ്. അവരങ്ങനെ കൊലക്കുറ്റ അപ്പൊ അങ്ങനെ അവർക്ക് മാത്രം കൊല്ലാവുന്നുണ്ടോ? ഞാൻ കണ്ട പാലക്കാട് ഒരു സ്ത്രീ ഭാര്യയും ഭർത്താവും പോയി CPM വെട്ടി കൊന്നു. TV കണ്ടോട്ടോ. അപ്പൊ അങ്ങനെ ഒന്നിനെ കൊന്നിട്ടുണ്ട്, 2 ഒരാളെ കൊന്നു. അപ്പൊ ഒരാളെ കൊന്നു. അത് ആവശ്യമുള്ള കാര്യമാണ്. അത് ആവശ്യമുള്ള അത് വേണം. അതിനാ തെറ്റ്? അതാ പറഞ്ഞ അവര് 2 ആളെ കൊന്നപ്പോഴ അവര് ഭാര്യയുടെ മുമ്പിലാ ഭർത്താവിനെ വെട്ടിയായിരുന്നത് റോട്ടിലിട്ട്. അത് CPMന് കൊള്ളാവോ? ആ ഭരണത്തിന്റെ അധികാരമല്ലേ? അല്ലേ? നമ്മൾ ആരെയും കൊല്ലാനല്ല പറയും, കൊല്ലാനല്ല. ഇന്ന് വരെ ഞാൻ ആരെയും നുള്ളു നോക്കാൻ പോയിട്ടില്ല. ഒരു മോഷണ കേസിന് എന്നെ പിടിച്ചിട്ട് ഈ അടിമലിയല്ലേ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ നോക്ക്, നിങ്ങൾ നോക്ക്. ഞാൻ അധ്വാനിച്ച് ജീവിച്ചോളാം. അത് ഞാൻ പണ്ടും പറഞ്ഞിട്ടില്ലേ? അധ്വാനിച്ച് കല്ലാർകുട്ടി പാലത്ത് തുടങ്ങി പവർ ഹൗസ്, കല്ലാർകുട്ടി കോളനി, ഇങ്ങനെയുള്ള പണി പണിതാൻ എൻ്റെ പിള്ളേരെ വളർത്തിയത്. എനിക്ക് ഞെളിഞ്ഞൊന്ന് വർത്താനം പറയാന്നേ. എൻ്റെ ആരോഗ്യം മുഴുവൻ ഞാൻ പണിയെടുത്ത് കളഞ്ഞോളാം. അപ്പൊ ആരോഗ്യക്കുറവൊന്നുമില്ല കേട്ടോ. എന്നാലും ഞാൻ ഭരിച്ചു കിടന്നതാ. ഇപ്പോഴും ആരോഗ്യക്കുറവൊന്നുമില്ല. നമ്മളെ ഏത് പാർട്ടിയെ ഈ CPMന് ഭരണം കിട്ടിയെന്ന് ഒത്തരാകുന്നു. ഈ നമ്മളിരിക്കണേ 2 കൊല്ലം ഒരു സമരം ചെയ്ത് തകർത്ത കമ്പനി, ഈഷന്റെ കമ്പനി. എന്ത് ജനം ജീവിച്ചുകൊണ്ടിരുന്നതെന്നറിയാം? പറയാണ്ട് ഒരു 10,000 പെമ്പിള്ളേരെങ്കിലും ഒരു ദിവസം ഉണ്ടായിരുന്നു. അത്ര നല്ല ഒരു ഈസ്റ്റേൺ കമ്പനിയായിരുന്നു. അവരെ ആശുപത്രിയായിരുന്നു. പൊങ്ങി പറയണല്ല, അത് ഞാൻ നേരത്തെ വാർത്ത കൊടുക്കാറുണ്ട്. അതുപോലെ വേറൊരു മലയാളിയുണ്ട്, കുഞ്ഞോസപ്പ്, 10-15 ഏക്കർ മുളകും തോട്ടം ഉണ്ടാവും. പാവക്ക് പണി കൊടുക്കും. നല്ല മിഷനാ. ഇവരെ വക്കറ്റ് ബിരിയാണി എന്നിട്ട് ഇവര് പറഞ്ഞോണ്ട് ഇട്ട് കൊടുത്തില്ല. ആ കൊല്ലത്തെ മുഴുവൻ കളയിപ്പിച്ചു. അത്ര കഷ്ടം ചെയ്യരുത്. ഇവർക്ക് ഈ വക്കറ്റ് തിരിച്ചില്ലെങ്കിൽ എന്നാ? ബാക്കി എല്ലാ പാർട്ടിക്കാരും ജീവിക്കണ്ടല്ലോ. ഈ വക്കറ്റ് കെട്ടിട്ട് നടക്കാൻ പാടില്ല. റോട്ടി കട ഇവരാരെ പൽത്താനേ ഈ വക്കറ്റ് ഇങ്ങനെ കൊണ്ട് നടക്കണേ? ആ വക്കറ്റിൽ 1 രൂപ പറഞ്ഞ ആ കട അന്ന് തകർന്നു. അന്നാ എത്ര മീൻ നിങ്ങൾ കണ്ടുള്ള തിരുവനന്തപുരം മീൻ വിറ്റില്ല വാൽത്തിമാര്. ആ അമ്മ മീൻ വിറ്റോണ്ട് ആ തള്ളേനെ തട്ടി മാറ്റി ഊന്തി തട്ടയച്ച ആ മീനിലെല്ലാം മണ്ണെണ്ണ ഒഴിച്ചു. ഒരു ഉന്തുവണ്ടി കൊണ്ടുപോയി വാരിക്കൊണ്ട് പോയില്ലേ? ഒരു വാരത്തിൽ ഒരു കൊട്ടയിൽ വെച്ചു മീൻ വിറ്റു. ആ മീൻ തട്ടി തൊഴിച്ചു കളഞ്ഞു, മണ്ണെണ്ണ ഒഴിച്ചു. അങ്ങനെ വയറ്റിപ്പഴപ്പല്ലേ? ഇതാണോ നാട് നന്നാക്കാൻ പിണറായി?
ഇതാണ് ആ പെണ്ടായി. ഈ കായം വെച്ചോണ്ട് ഇരിക്കും കാലം ഗുണം വരുമോ? ഈ പെണ്ടായി ഇരിക്കും കാലം ഇവനെ 7-ാം കടലിൽ അക്കരെ കടത്തണം, ഇവനെ ചൈനയ്ക്ക് വിടണം. ഈ പെണ്ടായിനെ ഈ രാജ്യത്ത് വെക്കാൻ പറ്റില്ല. ഇനി കേരളത്തിൽ ഇവന് ആവശ്യമില്ല. ജനം മടുത്തു, ഇനി മടുക്കാനൊന്നുമില്ല. അവസാനമായിട്ട് സുരേഷ് ഗോപിയോട് എന്താ പറയാനുള്ളത്? സാറിനോട് നല്ല 7 നന്ദി 10 നന്ദി. സാർ എന്നും നല്ലവനാണ്. സാറ് ഞങ്ങളുടെ ദൈവമാണ്. അതിൽ കൊണ്ടൊന്നും പറയാനില്ല. എന്തായാലും പെട്ടെന്ന് ആരോഗ്യമൊക്കെ നേരെ ആവട്ടെ. ആശുപത്രിയിൽ നിന്ന് പോട്ടെ. ഞങ്ങളല്ല ആ വിവാദ വാർത്തകളൊന്നും ഉണ്ടാക്കിയത്. ആ, ഇത് ലൈവാണ്. ഞങ്ങൾക്ക് ഇതൊന്നും എഡിറ്റിംഗ് ഇല്ല, ഞങ്ങളുടെ ലൈവാണ്. അവർക്കത് പറയാൻ അയാൾ നമ്മളെ വിശ്വസിച്ച് വിളിച്ചു വരുത്തേച്ചെ. ഞാൻ സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് പോകണോ ഇല്ലോ എന്ന് ഇവന്നെ ഇതിനകത്ത് കള്ളി ചോദിക്കേണ്ട കാര്യം എന്നാ? അല്ല, ചോദിക്കാനും തെറ്റില്ല. അവന് വാർത്തയിട്ട് കൊടുക്കേണ്ട കാര്യം എന്നാ? പറ. ഞാൻ പോയാ പിന്നെ അവനെല്ലാം അവനെ നാണക്കേട് വരുത്തിയില്ലേ? പോയില്ലേ? ആ ചെയ്യാൻ ഒരിക്കലും ചെയ്യാറ്. നമ്മൾ പറയരുതാത്ത വാർത്ത ഇട്ട് കൊടുക്കാറ്. അപ്പൊ നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പറയാവുന്ന നിങ്ങൾ ഇട്ട് കൊടുക്കാവുള്ളൂ. കൊള്ളുമില്ലെങ്കിൽ നിങ്ങൾ ആ വാർത്ത മാറ്റി കളഞ്ഞു. അതല്ല ശരി. ആ, എന്തായാലും സുരേഷ് ഗോപി ഇത് കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതിയിൽ സുരേഷ് ഗോപി അങ്ങോട്ട് വന്ന് കാണാനുള്ള ഒരു ആരോഗ്യം മറിയക്കുട്ടിക്കില്ല. എങ്കിലും ഇപ്പോഴും നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. പണിയെടുത്ത് ജീവിച്ച ശരീരമാണിത്. അതുകൊണ്ട് നല്ല ആരോഗ്യം, പണിയെടുത്ത ശരീരമായിട്ട് നല്ല ആരോഗ്യമൊക്കെ ഉണ്ട്. പക്ഷെ സുരേഷ് ഗോപി അങ്ങോട്ട് വന്ന് മറിയക്കുട്ടിയമ്മ കണ്ടോളാം എന്നാണ് പറയുന്നത്. എന്തായാലും ദൈവപുത്രരാണ് സുരേഷ് ഗോപി എന്നാണ് പറയുന്നത്. മാത്രമല്ല പിണറായിയുടെ ഭരണത്തെയും നല്ല രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. വിമർശനങ്ങളാണ് എപ്പോഴും ഒരു സർക്കാരിനെ നല്ലതാക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷെ എത്രത്തോളം വിമർശിച്ചാലും ജനം മടുത്തു. ഇന്നത് വേണ്ട. അയാളൊന്നുമില്ല. മകളുടെ കൊച്ചിനെ നോക്കട്ടെ. അയാൾക്ക് വേറെ ഒരു പണിയില്ല. ആ ഓന്തിന്റെ മുതുക് പോലെയായി അതിന്റെ മുതുക് വളഞ്ഞു കുത്തി. ഈ കൊളറാട്ടം, ഈ പേപ്പറ്റി മുള്ളാൻ ഈ കാട്ടിൽ എന്നായിരുന്നു പണി? ഈ മരപ്പറ്റി മുള്ളില്ല. ഈ പിണ്ടായിക്ക് തേനെടുക്കാൻ പോകണ്ടോ രാത്രി മുതുകന്മാരുടെ കൂടെ? അല്ലെങ്കിൽ പേപ്പറ്റി മുള്ളാൻ കാര്യമില്ല. വനത്തിലാ പേപ്പറ്റി തേനെടുക്കാൻ പോണേ. മുതുകാന്മാരുടെയും മന്നാന്മാരുടെയും മേത്ത് പേപ്പറ്റി മുള്ളാറുണ്ട്. അപ്പൊ ഇയാൾക്ക് ആ പണിയുണ്ടോന്നൊരു സംശയം ഉണ്ടായിരിക്കും. അതിന്റെ മറുപടി പിണ്ടായി തന്നാൽ നല്ല. പിണ്ടായി എന്നൊന്നുമില്ല. ആ EP രാജൻ തന്നാലും മതി. അവനാണല്ലോ ആ വിമാനത്തെ ചവിട്ടുകാരൻ നടത്തിയത്. അവൻ തന്നാലും മതി. അതിന്റെ ബാക്കി ഞങ്ങൾക്ക് ജനങ്ങൾക്ക് അറിഞ്ഞാൽ കൊള്ളാം പേപ്പറ്റി മുള്ള എങ്ങനെയാന്ന്. ഞങ്ങൾക്ക് മരുന്നറിയാം, പച്ചമരുന്നിന്റെ ചികിത്സ അറിയാം. അത് ഞങ്ങൾ കൊടുക്കാം. പച്ചമരുന്നുണ്ട്, ചികിത്സ കൊടുക്കാം. പിണറായിക്ക് കുറേയൊക്കെ വരും മരുന്ന്. ഇത് കൂടുതലൊന്നും ഞങ്ങൾക്കും പറയാനില്ല. എന്തായാലും എത്രയും പെട്ടെന്ന് ആരോഗ്യമൊക്കെ നേരെയായി സുരേഷ് ഗോപിയെ പോയി കാണട്ടെ. മറിയക്കുട്ടിയമ്മയുടെ ആഗ്രഹം നടക്കട്ടെ എന്ന് തന്നെ ഞങ്ങളും ആഗ്രഹിക്കുന്നു. നമ്മളെല്ലാരും മാവേലി പറഞ്ഞിട്ട്, മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ, ആപത്തും മോടികളൊന്നും വേണ്ടെന്നാ പറയുന്നത്. എല്ലാവരും ഒരുപോലെ ഇപ്പൊ ഉണ്ടായി നോക്കിയെങ്കിൽ ഇന്ന് ഇതിനേട്ടാ വരികയാണ്. അത് മാത്രമേ. എന്തായാലും അടിമാലിയിൽ നിന്നും ക്യാമറമാൻ രാജീവ് ആയാപ്രമിനോടൊപ്പം മലയാളി വാർത്തയ്ക്ക് വേണ്ടി ധന്യാശേഖരൻ.